ഈ കരച്ചിൽ ആത്മാർത്ഥതയുടെ ഒരു കണിക പോലും ഇല്ലെന്ന് എനിക്ക് തിരിച്ചറിയാം. എത്ര വലിയ കുറ്റവാളിക്കും ചെയ്ത് തെറ്റ് തിരുത്താനും പശ്ചാത്തപിക്കാനും ദൈവം ഒരു ശിക്ഷ കൊടുക്കും. അതാ ഇപ്പൊ എനിക്ക് കിട്ടിയത്. എനിക്ക് പറ്റിയ തെറ്റ് തിരുത്താൻ ഞാൻ തയ്യാറാ. അച്ഛൻ എനിക്ക് മാപ്പ് തരണം. മാപ്പിന്റെ കച്ചവടം സേതുമാധവൻ നിർത്തി. അച്ഛൻ എന്നെ പരിഹസിക്കാണോ? ഏയ് അല്ലല്ല, നിന്റെ ഈ അഭിനയ മികവിൽ എനിക്ക് അഭിമാനമുണ്ട്. വല്ല സിനിമയിലും ആയിരുന്നെങ്കിൽ നിനക്കൊരു നാഷണൽ അവാർഡ് ഉറപ്പായിരുന്നേനെ. അച്ഛൻ എന്നെ എത്ര വേണേലും പരിഹസിച്ചോളൂ, എനിക്കതിൽ ഒരു വിഷമവും ഇല്ല. പക്ഷെ എനിക്ക് ചെയ്ത തെറ്റ് തിരുത്താനായിട്ട് ഒരു അവസരം അച്ഛൻ തരണം. ഒരാൾക്ക് ഒരു തവണ അബദ്ധം പറ്റാം, ചതിയും പറ്റാം. പക്ഷേ അയാൾ ആവർത്തിച്ച് ചതിക്കപ്പെട്ടാൽ പിന്നെ അയാൾ മനുഷ്യനായി ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നിന്റെ ഈ ചതിക്ക് നിന്നു തരാൻ ഇനി എന്നെ കിട്ടില്ല. ഇതുവരെ എന്റെ മകൻ അനുഭവിച്ച ദുരിതങ്ങളിൽ നിന്നുള്ള മോചനമാണ് അവൻ ഈ ഡിവോഴ്സ്. ബാക്കിയുള്ള ജീവിതമെങ്കിലും അവൻ സന്തോഷിക്കട്ടെ. അതിന് നീ അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് തന്നെയാ നല്ലത്. അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ഇനി അതൊക്കെ കോടതി തീരുമാനിച്ചോളും. സത്യം ബോധ്യപ്പെട്ട കോടതി ഡിവോഴ്സ് അനുവദിക്കും. നിന്റെ ഈ അഭിനയൊന്നും കോടതിയിൽ നടക്കില്ല. എന്റെ ഭർത്താവിനെ ഞാൻ ഒരുത്തിക്കും വിട്ടുകൊടുക്കില്ല. എനിക്കയാളെ വേണം. ഞാൻ നെല്ലിശ്ശേരിയിൽ തന്നെ വന്ന് താമസിക്കുകയും ചെയ്യും. ഇനി നീ നെല്ലിശ്ശേരിയുടെ പടി ചവിട്ടിയാൽ നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും. പിന്നെ നീ രണ്ട് കാലിൽ തിരിച്ചു നടന്നു പോകില്ല. എന്റെ മകന് വേണ്ടി ഞാൻ അത്രയെങ്കിലും ചെയ്യണ്ടേ? ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ അവന്റെ അച്ഛനാകും? എന്നെ കൊന്നാലും ഞാൻ വരും. നിന്നെ കൊല്ലേണ്ട കാര്യമൊന്നുമില്ല. ഈ രാജ്യത്ത് നിയമവും നീതിയും പോലീസും കോടതിയും ഒക്കെ ഉണ്ട്. അവര് വേണ്ടത് ചെയ്തോളും. എന്നാലും നിന്നെ കൊന്നാലേ എന്റെ മകന്റെ ജീവിതത്തിൽ സമാധാനം ലഭിക്കുമെന്ന് നീ വാശി പിടിച്ചാൽ നിന്നെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കാനും ഞാൻ മടിക്കില്ല. കിളവൻ പഴയതുപോലല്ല, കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോ നെല്ലിശ്ശേരിയിലേക്ക് ഇനി എന്നെ ഒരിക്കലും തിരിച്ചു കയറ്റില്ലെന്ന് ഉറപ്പാണോ? അക്കാര്യത്തിൽ നിനക്കിനിയും സംശയമുണ്ടോ? കൊള്ളാം, നീ ഇത്രയ്ക്ക് വലിയ മണ്ടിയായി പോയല്ലോ. ഒരു കാര്യം ചെയ്യാം, നിന്റെ സംശയം തീർക്കാൻ ഞാൻ ഒരിക്കൽ കൂടി പറയാം. നിന്നെ ഇനി ഒരിക്കലും നെല്ലിശ്ശേരിയിലേക്ക് തിരിച്ചു കയറ്റുന്ന പ്രശ്നമില്ല. ഇപ്പൊ മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ ശരി, ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ ഇതുപോലെ കാണാതിരിക്കട്ടെ.